ഹായ് ഗൈസ്, ഇന്നൊരു ഹാപ്പി വ്ലോഗാണ് കേട്ടോ. ഈ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇത്രയധികം സന്തോഷിച്ച ദിവസങ്ങളില്ല എന്ന് വേണം പറയാൻ. അപ്പൊ നമുക്കൊന്ന് വീട്ടിൽ പോയാലോ? കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അതിപ്പോ എക്സൈറ്റ്മെന്റ് ആണോ ക്യൂരിയസ് ആണോ എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമല്ല. സമയം 10 പ്രാവശ്യം നോക്കി. അതുകൊണ്ട് ഞാനിപ്പോ എണ്ണീറ്റു എന്ന് പറയാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ആഴ്ചയോളം ആയി. അപ്പൊ എന്റെ ഫ്ലൈറ്റ് 12:30 ഫ്രാങ്ക്ഫുട്ടിൽ നിന്നാണ്. ഒരു 6 മണിയായപ്പോഴേ ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ പോകാനുള്ള സന്തോഷത്തിൽ എന്ത് പറയണോന്നറിയില്ല. 2.5 വയസ്സുള്ള കുഞ്ഞിനെ നാട്ടിലാക്കിയിട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പൊ പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള ആ ത്വരയുടെ തീവ്രത എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് എയർ ഇന്ത്യക്കാണ് വരുന്നത്. ഫ്രാങ്ക്ഫുട്ട് ടു ന്യൂഡൽഹി 10 മണിക്കൂർ യാത്രയുണ്ട്. പിന്നീട് ന്യൂഡൽഹിയിൽ 3 മണിക്കൂർ ലേ ഓവർ. അതിനുശേഷം ന്യൂഡൽഹിയിൽ നിന്നും നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക്. എയർ ഇന്ത്യ ഇത്രയ്ക്ക് മോശമാണെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത്. 2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഭൂമിയുടെ ഓരോ പാളികൾ കടന്ന് മുകളിലേക്ക് പൊങ്ങുന്നത് കാണാൻ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. മേഘങ്ങൾക്കിടയിലൂടെ താഴെ കാണുന്ന ഭൂമിയുടെ ഔട്ടർ പാർട്ടിന്റെ ആകാശ വിസ്മയം ഒന്ന് വേറെ തന്നെയാണ്. നല്ല വിശപ്പും. അപ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നത്. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫുഡും. വിശപ്പ് കൊണ്ട് കിട്ടിയതെല്ലാം അകത്താക്കി. അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്ക്രീനിൽ കാണാമെന്നും കൊണ്ട് നോക്കിയപ്പോൾ സ്ക്രീനും സ്വിച്ച് ബോർഡും ഒക്കെ കയ്യിലേക്ക് പറഞ്ഞു പോന്നു. 10 മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ സീറ്റിലൂടെ താഴേക്ക് നോക്കി. പല രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കടന്ന് ടൈം സോണുകൾ മാറി മാറി ഇന്ത്യയിലേക്ക് എത്തുന്നതും കാത്ത് കൗതുകത്തോടെ ഇരുന്നു. ഇടയ്ക്ക് പലതവണ ഞാൻ മയങ്ങി ചെരിഞ്ഞും മറിഞ്ഞും ഒരു ഫിലിം ഒക്കെ കണ്ടു. സമയം ഓടിക്കാൻ ഞാൻ ശ്രമിച്ചു. രാത്രിയിൽ വിൻഡോ ഓപ്പൺ ആക്കി ഞാനൊന്ന് നോക്കി. എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാവോ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത അത്രയും ഭംഗി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കരയേക്കാളും എന്തുമാത്രം കൂടുതലാണ് കടലെന്ന്. അങ്ങനെ ഡൽഹി എത്തി. അവിടുന്ന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വീണ്ടും ലഗേജസ് ഒക്കെ എടുത്ത് ചെക്ക് ഇൻ ചെയ്ത് അടുത്ത ഗേറ്റിലെത്തി. ഈ യാത്ര കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട് കാണാൻ കഴിയുമല്ലോ. സന്തോഷം മാത്രമാണ് മനസ്സിൽ. നല്ല ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സ് മുഴുവൻ കുഞ്ഞിന്റെ അടുത്താണ്. തീർച്ചയായും അവനും എക്സൈറ്റഡ് ആയിരിക്കും. അവനെ കാണുമ്പോഴുള്ള ആ ഒരു സീൻ ഞാൻ ഈ 1 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. അങ്ങനെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും എടുത്തു. കഴിക്കാൻ അവർ ഓംലെറ്റും മറ്റെന്തോ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ലതാണെന്ന് പറയാൻ വയ്യ. പക്ഷേ വെജിറ്റബിൾ ഫുഡ് കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ കൊച്ചിയിൽ ഇറങ്ങി. ന്യൂഡൽഹിയിൽ ചെക്കിംഗ് ഉണ്ടായോണ്ട് ഇവിടെ ലഗേജ് മാത്രം നമുക്ക് എടുത്താൽ മതിയായിരുന്നു. സത്യത്തിൽ നല്ലോണം മടുത്തെങ്കിലും മനസ്സിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് ശരീരത്തിനൊക്കെ ഒരു നല്ല ഉന്മേഷം. ഞാൻ ലഗേജ് വരുന്നത് നോക്കി നിപ്പായി. ലഗേജും എടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞിന്റെ അടുത്തെത്തി. അപ്പോഴത്തെ എക്സൈറ്റ്മെന്റിൽ വീഡിയോ എടുക്കാനും വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഫൈനലി മീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ വരാം. ഔഫ് വിഡസേൻ.